ഹായ് ഓൾ, ഞാൻ ഡോക്ടർ സുഹൈല. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിലൂടെ നമ്മൾ വായ്പുണ്ണ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഷെയർ ചെയ്തു. അപ്പോൾ അതിന് നമ്മൾ കാരണങ്ങൾ മാത്രമാണ് ഷെയർ ചെയ്തത്. ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ മാറാനുള്ള പരിഹാര മാർഗ്ഗങ്ങളും അതേപോലെ ഇനി വരാതിരിക്കാനുള്ള മാർഗ്ഗങ്ങളൊന്നും നമ്മൾ ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് ഇന്ന് ഷെയർ ചെയ്യാം. നമുക്ക് നല്ല ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഗാർഗിൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം എന്താ വെച്ചാൽ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു വേദന കുറയും. ശരിക്കും വായ്പുണ്ണൊന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വേദനയാണ്. അപ്പം നമുക്ക് വെള്ളം കുടിക്കുമ്പോൾ വരെ ഭയങ്കര നീറ്റലായിരിക്കും. അപ്പം ഇതൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു ഗ്ലാസ് ചെറിയ ചൂടുവെള്ളം എടുത്തിട്ട് അതിൽ 1 ടീസ്പൂൺ ഉപ്പ് കലക്കിയിട്ട് ആ വെള്ളം ഒരു 30 സെക്കൻഡ് വായിൽ വെച്ചിട്ടാണ് നമ്മൾ ഗാർഗിൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെറിയ ചൂടുവെള്ളത്തിൽ ഗാർഗിൾ ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ സാധാരണ മോര് ഒരു 1/4 ഗ്ലാസ് മോരെടുത്തിട്ട് അതിലോട്ടൊരു 2 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തിട്ട് അത് വെച്ചിട്ടും നമുക്ക് ഗാർഗിൾ ചെയ്യാം. അത് പക്ഷേ 15 സെക്കൻഡ് സമയത്തേക്കാണ് നമ്മൾ ഗാർഗിൾ ചെയ്യേണ്ടത്. കാരണം അതിൽ ലാക്റ്റിക് ആസിഡ് ഇരുന്നത് നമ്മളെ പല്ലിന് ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ 15 സെക്കൻഡ് വായിൽ വെച്ചിട്ട് ഗാർഗിൾ ചെയ്യുന്നത് നല്ലതാണ്. അതേപോലെ നമ്മുടെ കോക്കനട്ട് ഓയിൽ നമുക്കൊരു മൗത്ത് വാഷ് പോലെ യൂസ് ചെയ്യാം. ഈ കോക്കനട്ട് ഓയിൽ നമ്മുടെ അൾസറിൽ പുരട്ടി കൊടുക്കുന്നതും നല്ലതാണ്. പിന്നെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒറിജിനൽ തേൻ കിട്ടുകയാണെങ്കിൽ ആ തേനും നമ്മുടെ വായിൽ പുണ്ണിൽ പുരട്ടി കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. വേദന കുറയാൻ ഇതും സഹായിക്കും. ഇതിൽ ഐസ് വെച്ചിട്ടും നമുക്ക് ഇതിൻ്റെ വേദന കുറക്കാം. ഐസ് വെക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു വേദന കുറവ് കിട്ടും. അപ്പം ഐസ് വെച്ച് കഴിഞ്ഞാലും വേദന കുറയും. പിന്നെയുള്ളൊരു കാര്യം, നമ്മൾ ഈ എരിവുള്ള ഭക്ഷണങ്ങൾ, പുളി അധികമുള്ള ഭക്ഷണങ്ങൾ, ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക. അപ്പോൾ നല്ല രീതിയിലുള്ള വൈറ്റമിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. പപ്പായ, ചീര, ഓറഞ്ച്, ആപ്പിൾ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക. പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കുക. പിന്നെ നമ്മൾ വൈറ്റമിൻ ബി കോംപ്ലക്സ് ഗുളികകൾ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് വാങ്ങി കഴിക്കുക. നമ്മൾ ഒരു 1-2 ദിവസം വൈറ്റമിൻ ബി കോംപ്ലക്സ് ഗുളിക കുടിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു വേദന ഒന്ന് കുറഞ്ഞു കിട്ടും. പക്ഷെ വേദന കുറയുമ്പോൾ നമ്മളിത് നിർത്താൻ പറ്റില്ല. നമ്മൾ ഒരു 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് ഈ വൈറ്റമിൻ ബി കോംപ്ലക്സ് ഗുളിക കുടിക്കണം. അപ്പം വൈറ്റമിൻ ബി കോംപ്ലക്സ് ഗുളിക കുടിക്കുന്നതിലൂടെയും ഒക്കെ നമുക്ക് ഈ ഒരു അൾസർ പെട്ടെന്ന് വേദന മാറാനും അതേപോലെ പെട്ടെന്ന് ഉണങ്ങിപ്പോവാനും ഒക്കെ സഹായിക്കും. കുട്ടികളാണെങ്കിൽ പോലും നമുക്ക് ഇതൊക്കെ ചെയ്തു കൊടുക്കാവുന്നതാണ്. പെട്ടെന്ന് വേദന മാറിക്കിട്ടും. പിന്നെ ഇത് അൾസർ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമുക്കിപ്പോൾ മാർക്കറ്റിൽ ഹാർഡ് ബ്രഷും സോഫ്റ്റ് ബ്രഷും എക്സ്ട്രാ സോഫ്റ്റും ഒക്കെ കിട്ടും. അപ്പോൾ നമുക്ക് യോജിക്കുന്ന ബ്രഷ് ഏതാണെന്ന് നോക്കുക. ചില ആൾക്കാർക്ക് ഹാർഡ് ബ്രഷൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വായിൽ മുറിവുണ്ടായിട്ട് അതൊരു അൾസറായിട്ട് മാറാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഹാർഡ് ബ്രഷ് യൂസ് ചെയ്യുന്നവർ ഒരു പ്രാവശ്യമെങ്കിലും സോഫ്റ്റ് ബ്രഷോ അല്ലെങ്കിൽ എക്സ്ട്രാ സോഫ്റ്റ് ബ്രഷോ ഒക്കെ യൂസ് ചെയ്ത് നോക്കുക. നമുക്ക് അനുയോജ്യമായിട്ടുള്ള ബ്രഷ് ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കുക, അത് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം സോഫ്റ്റ് ആയിരിക്കും മിക്കവാറും എല്ലാവർക്കും നല്ലത്. അപ്പോൾ സോഫ്റ്റ് ബ്രഷ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അതേപോലെ നമ്മുടെ എരിവ്, പുളി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുക. അതേപോലെ നമ്മുടെ ആൽക്കഹോള്, സ്മോക്കിങ് ഇതൊക്കെ ഒഴിവാക്കുക. പിന്നെ ഡയബറ്റീസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ ഡയബറ്റീസിനെ നല്ലോണം കൺട്രോൾ ചെയ്ത് നിർത്തുക. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഡയബറ്റീസിനെ നല്ലോണം കൺട്രോൾ ചെയ്ത് നിർത്തണം. പിന്നെ നല്ല രീതിയിൽ ഉറങ്ങുക. നമുക്ക് ബോഡിക്ക് എത്രയാണോ ഉറക്കം വേണ്ടത് ആ ഉറക്കം നമ്മൾ നമ്മുടെ ബോഡിക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നമുക്ക് ഭയങ്കര സ്ട്രെസ്സായിരിക്കും. ആ സ്ട്രെസ്സിനെ മാനസിക സമ്മർദ്ദം നമ്മൾ കുറക്കാൻ ശ്രമിക്കണം. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ സ്ട്രെസ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ ആ സ്ട്രെസ്സിനെ നമുക്ക് കുറക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള സ്ട്രെസ്സൊക്കെ നമ്മൾ ഒഴിവാക്കുക. പിന്നെ ആവശ്യമായിട്ടുള്ള സ്ട്രെസ്സുകൾ നമുക്കുണ്ടാവും. എന്നാലും നമ്മൾ 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഡെയിലി നമ്മുടെ ജീവിതത്തിൽ ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി, അതായത് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി, നമുക്കൊരു സമാധാനത്തിന് വേണ്ടി നമ്മൾ റിലാക്സ് ചെയ്തിട്ടിരിക്കുക. അപ്പോൾ നമ്മുടെ സന്തോഷം കണ്ടെത്തുക. പിന്നെ പറയുന്നത് നമ്മുടെ ഓറൽ ഹൈജീനാണ്. നമ്മൾ എപ്പോഴും വായ നല്ല വൃത്തിയാക്കി വെക്കുക. അപ്പോൾ രാവിലെ രാത്രിയൊക്കെ പല്ല് തേച്ചിട്ട് വായ നല്ല വൃത്തിയാക്കി വെക്കുക. സോഫ്റ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ വായിൽ വരുന്ന ഈ പുണ്ണിനെ നമുക്ക് തടയാൻ വേണ്ടിയിട്ട്, ഇടയ്ക്കിടയ്ക്ക് വായിൽ പുണ്ണ് വരുന്നവർക്ക് ഈ പുണ്ണ് തടയാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ.
അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഓൾ.